ഇതൊരു കുട്ടിക്കളിയല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു. ഇത് ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യത്തേക്ക് ഒറ്റുകൊടുത്തൊരു തീരുമാനമാണ്. ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചനയാണ്. ഇന്നലകളിൽ ഇവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ആ സമരങ്ങളിൽ ഒന്നും തന്നെ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്കാരം. PM ശ്രീ പദ്ധതി വഴി കേരളത്തെ ഒറ്റുന്ന നിലപാടാണ് പിണറായി സർക്കാർ നടത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിഗുരുതരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ട വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ രംഗത്തുണ്ടാകും. അതിന് CPI നേതാക്കന്മാർക്ക് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുമെന്നും ആ പ്രതിഷേധത്തിലേക്ക് സർക്കാരിന്റെ ഈ നിലപാട് മാറ്റത്തിനെ ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് CPI നേതാക്കന്മാരെയും അവിടെയുള്ള പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അധ്യക്ഷൻ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ വാക്കുകളിലേക്ക്. നമസ്കാരം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ KPCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. അതിനുശേഷം കൂടിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൂടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു പ്രസ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നേമം ഷെഫീർ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി ചുള്ളിയരും ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേരും. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ദൃശ്യപത്ര മാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും അത് PM ശ്രീ പദ്ധതിയിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെച്ചതോടുകൂടി കേരളത്തിന്റെ സെക്യുലർ ക്രെഡൻഷ്യലിനെ ഈ ഗവൺമെന്റ് ഒറ്റുകൊടുത്തിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയോട് പോലും ചർച്ചകളും കൂടിയാലോചനകളും ഇല്ല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയുടെ നയരൂപീകരണങ്ങളിലും നയത്തിലുമെല്ലാം ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ 2 തവണ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരറിയാതെ, ഗവൺമെന്റിലെ മറ്റ് ഘടകകക്ഷികൾ അറിയാതെ, മറ്റാരും തന്നെ അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാത്രമായി തീരുമാനമെടുത്ത് ഒപ്പുവെച്ചതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ ഇന്നലകളിൽ മാധ്യമങ്ങളോട് പറയുന്നതായി കണ്ടത് ഞാനിത് തന്ത്രപരമായ ഒരു സമീപനം എടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഒരു കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കുന്ന ഒരു കരാറിൽ, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഒരു കരാറിൽ ആ പണം കിട്ടാൻ വേണ്ടി തന്ത്രപരമായി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ ധരിക്കുക ഈ ഒപ്പുവെച്ചോടുകൂടി കിട്ടാനുള്ള പണം എല്ലാം കിട്ടി, ഇനി ഈ കരാറിൽ നിന്ന് പിന്മാറി ഞങ്ങൾ പറ്റിച്ച് എന്ന രീതിയിലാണ് പിന്മാറാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് ശിവൻകുട്ടി മന്ത്രി ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നത് കണ്ടത്. ഇതൊരു കുട്ടിക്കളിയല്ല എന്നുള്ള കാര്യമെങ്കിലും ശിവൻകുട്ടി മനസ്സിലാക്കണമായിരുന്നു. ഇത് ഈ സംസ്ഥാനത്തിന്റെ മതേതര പാരമ്പര്യത്തേക്ക് ഒറ്റുകൊടുത്തൊരു തീരുമാനമാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് സംസ്ഥാനത്തിനകത്ത് മുന്നോട്ട് വന്ന വികസിപ്പിച്ചെടുക്കാൻ സാധിച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ച സ്കൂളുകളെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധ്യാപകരെ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്തെ കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനത്തിന് സർക്കാർ കൂട്ടുനിന്നിരിക്കുകയാണ്. ഇത് കേരളത്തോടുള്ള കൊടിയ വഞ്ചനയാണ്. ഇന്നലകളിൽ ഇവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ ഇവർ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ആ സമരങ്ങളിൽ ഒന്നും തന്നെ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ചിത്രങ്ങൾ കണ്ടു. ഒന്ന് ABVPയുടെ സംസ്ഥാന ഭാരവാഹികൾ പോയി വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നതും അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്ന ചിത്രം കണ്ടു. മറ്റൊരു ചിത്രം കണ്ടത് SFIയുടെ ഭാരവാഹികൾ പോയി അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുന്നതാണ്. SFI ഒരു നിവേദന സംഘമായിട്ടാണോ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, AYFും ASF ഒക്കെ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെ സമരത്തിന്റെ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ASFന്റെയും AYFന്റെയും ഒക്കെ സംയുക്തമായ സമരങ്ങൾ കണ്ടതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്
ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിപുലമായ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഭാഗമായി നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളത്തെ ഒറ്റിയവരെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ സെക്യുലർ ലോങ് മാർച്ച് തിരുവനന്തപുരത്ത് ഞങ്ങൾ നടത്തുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സെക്യുലർ ലോങ് മാർച്ചിന് തുടക്കം കുറിക്കുകയാണ്. ആ സെക്യുലർ ലോങ് മാർച്ചിലേക്ക് ഞങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPIയുടെ ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കന്മാരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അവർ ഉയർത്തുന്ന ആവശ്യങ്ങളും അവർ ഉന്നയിക്കുന്ന നിലപാടുകളും സത്യസന്ധവും കൃത്യവുമാണെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ, ഞാൻ പറയുന്നു സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാവരും. ആ കൂട്ടത്തിൽ CPI ഇന്നലകളിൽ ഉന്നയിച്ച അതേ ആവേശത്തോടു കൂടി തന്നെ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറിനെതിരായ പോരാട്ടമാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ച്. സംഘപരിവാറിന് വിധേയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലോങ് മാർച്ചാണ്. ഇപ്പൊ പരിവാർ സംഘടനകൾക്കെതിരായ നിലപാടാണ്, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായ നിലപാടാണ് CPIക്കുള്ളതെങ്കിൽ ഈ ലോങ് മാർച്ചിൽ അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആ ലോങ് മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരുടെ നേരിട്ട് പങ്കെടുക്കാനോ പ്രതിനിധികളെ അയക്കാനോ സാധിക്കുമെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും ഞങ്ങൾ കൈമാറും. അതോടൊപ്പം തന്നെ നവംബർ 1 മറ്റൊരു പ്രഖ്യാപനം സംസ്ഥാനത്തിനകത്ത് നടക്കാനിരിക്കുന്നത് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പ്രഖ്യാപനത്തോട് എതിരല്ല. അതിദരിദ്രരില്ലാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തിനകത്ത് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം അത് പ്രഖ്യാപിക്കാൻ വേണ്ടി. കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല ഈ വിഷയങ്ങളൊന്നും തന്നെ. അതിന് ജനങ്ങൾക്ക് അതിനനുസൃതമായ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും. ഇവിടെ ഏത് രീതിയിലാണോ ഇതിനുവേണ്ടി പണം ചെലവഴിക്കുന്നത് അത്ര തന്നെ പണം അതിന്റെ PR വർക്കിന് വേണ്ടി കൂടി ചെലവഴിക്കുക. അത് ആത്മാർത്ഥതയില്ലാത്തൊരു ഇടപെടലാണ്. PR വർക്കിന് വേണ്ടി ചെലവഴിക്കുകയും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയൊക്കെ ആളുകളെ പങ്കെടുപ്പിക്കുകയും വലിയ ആഘോഷപരമായ ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് പുറകിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നതും ഈ സംസ്ഥാനത്തെ നികുതി പണമാണ്. അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. അതിനൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. സംസ്ഥാന ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാവപ്പെട്ടവന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ കൂട്ടുമെന്നുള്ളതാണ്. പക്ഷേ പെൻഷൻ ഇതുവരെ കൂട്ടാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പറയുന്നു ഇതിന്റെ ഭാഗമായി ഞങ്ങൾ പെൻഷൻ കൂട്ടും, മറ്റു കാര്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് ഒരു ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിലല്ലല്ലോ ഇതെല്ലാം കൊണ്ടുവന്ന് ചെയ്യേണ്ടത്. പ്രകടന പത്രികയിൽ പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ നടപ്പിലാക്കി അതിന്റെ ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ കൈമാറണമായിരുന്നു. അതിനു പകരം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളൊക്കെ നൽകി ജനങ്ങളുടെ, സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, അവന്റെ സാമൂഹ്യ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിദരിദ്രമില്ലാത്തൊരു കേരളം എന്നുള്ളത് കേരളത്തിലെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ അതൊരു പ്രഖ്യാപനമായി നടത്തണമെന്നുള്ളതാണ്, പ്രഖ്യാപനം മാത്രമാണ് ഈ മുന്നണിയുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതൊരു ഉയർന്ന ചിന്താഗതിയാണ്. പക്ഷേ സർക്കാരിനോട് പറയട്ടെ, ഇത് തികഞ്ഞ പാപ്പരത്വം കൂടിയാണ് ഇതിനിടയിലൂടെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ PR വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമര പരിപാടികൾക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ്. സമര പരിപാടി എന്ന് പറയുമ്പോൾ ലോങ് മാർച്ച് ഞങ്ങൾ വ്യത്യസ്തമായ ക്യാൻവാസിലാണ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ ശക്തി പ്രകടനമാക്കി അതിന് മാറ്റും. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് ഈ വിഷയത്തിൽ PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ, അത്തരത്തിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ ആ പരിപാടിയെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നവംബർ 1 ലോങ് മാർച്ച് നടത്തുന്നത്. അതോടൊപ്പം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാനും അർഹതയുള്ള ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ വാങ്ങിക്കൊടുക്കാനും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഒരു ഇടപെടൽ കൂടി ഈ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. 14 ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചെല്ലുകയും അതോടൊപ്പം തന്നെ ആ ജില്ലകളിലെ ജില്ലാ കൺവെൻഷനുകളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് നിന്ന് മത്സരിപ്പിക്കാൻ സാധിക്കുന്ന ചെറുപ്പക്കാരെ പരിഗണിക്കേണ്ട പട്ടിക ഉൾപ്പെടെ നേതൃത്വത്തിന് കൈമാറുകയും അവരുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പുവരുത്താൻ വേണ്ടുന്ന ശ്രമങ്ങൾ കൂടി നടത്താൻ വേണ്ടി കൂടിയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനമെടുത്തിട്ടുള്ളത്. ആ തീരുമാനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. അല്ല, മറ്റെല്ലായിടത്തും എത്തുമ്പോൾ ഞങ്ങൾ പിന്മാറിയെന്ന് നിങ്ങളോട് ആരും പറഞ്ഞു?
അതിന്റെ ഒരു കാലയളവിന്റെ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല അവിടെ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അത് അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റാണ്. ഈ എഗ്രിമെന്റിന്റെ ഒരു പ്രത്യേകത, ഇത് മറ്റേ രാജസ്ഥാൻ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ നിബന്ധനകളിൽ വ്യത്യാസം ഉണ്ടായി. ഇപ്പോഴത്തെ വ്യത്യാസം അല്ല, തർക്കിക്കല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോ ആ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നത് പോലെയുള്ള സാഹചര്യത്തിലല്ല ഈ പദ്ധതി 2022 ശേഷം 25 എത്തി വെക്കുമ്പോൾ വന്നു. ഇന്നലകളിൽ മുഴുവൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ ശക്തിയുക്തം വാദിച്ച ആളുകളാണ് ഇടതുമുന്നണി. അത് വാദിക്കുകയും ഞാൻ പറയേണ്ടത് കേൾക്കൂ. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഒപ്പുവെച്ചിട്ടില്ല. താങ്കൾ ആദ്യം തിരുത്തുക. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയാണ് ഒപ്പുവെച്ചത്. തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന എപ്പോഴാണ്? തെലങ്കാനയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 2023 ഡിസംബറിലാണ്. എങ്ങനെ ഞങ്ങൾ ഒപ്പുവെച്ചെന്ന് പറയും? അതിന് മുമ്പ് അവിടെ ഒപ്പുവെച്ച പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് ഞങ്ങൾ പിന്മാറുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നടപ്പാക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഏകപക്ഷീയമായി സംസ്ഥാന ഗവൺമെന്റ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിന് പിന്മാറാൻ സാധിക്കും. ഉഭയകക്ഷി ധാരണ പ്രകാരമേ സംസ്ഥാന ഗവൺമെന്റ് പിന്മാറാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒപ്പുവെച്ചാൽ അത് തലവെച്ച് കൊടുത്തതിന് തുല്യമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളാണ് അവിടെ ഒപ്പുവെച്ചത്. ഇനി അവിടെ അവർ ഒപ്പുവെച്ചു എന്നതോ അവിടെ ആ കരാർ നിലനിൽക്കുന്നു എന്നുള്ളതോ കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ള ന്യായീകരണമാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ന്യായീകരണമല്ലല്ലോ. ആ ഘട്ടത്തിലെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കൂടുതൽ ഈ പദ്ധതിയുടെ പുറകിലെ പിന്നാമ്പുറങ്ങളിലെ ഒളിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടതാണ്. കേരളം ഒപ്പുവെക്കാൻ പോകുമ്പോഴേക്കും ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇന്നലകളിൽ എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷം വീണ്ടും പോയി തലവെച്ചതാണ് സെറ്റ് എന്ന് പറഞ്ഞത്. അത് കേരളത്തിന് ഞങ്ങൾ പറഞ്ഞ എന്താ, കേരളത്തിന്റെ സെക്യുലർ പാരമ്പര്യത്തെ ഒറ്റുകൊടുത്ത പ്രവർത്തനമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ്. കാവ്യവൽക്കരണത്തിനെതിരെ എന്ന് പറഞ്ഞ് നിരന്തരമായി സമരം ചെയ്യുക, നിരന്തരമായി ഇവിടെ സമരം ഉണ്ടെന്ന് പറയുക. എന്നിട്ട് അതേ സമയത്ത് തന്നെ പോയി ഈ കാവ്യവൽക്കരണത്തിന് കുടപിടിക്കുന്ന രീതിയിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി പോകുക. മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയോട് ആലോചിച്ചിട്ടില്ല. മുന്നണിയിലെ പ്രധാനപ്പെട്ട മറ്റാരും അറിഞ്ഞിട്ടില്ല. 2 തവണ മന്ത്രിസഭയിലെ ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചൊരു പദ്ധതി അതെങ്ങനെ ഒപ്പുവെക്കുമ്പോൾ അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഇല്ലല്ല, അത്ഭുതമില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ പരസ്യ ഡീലായി. രഹസ്യ ഡീലിൽ നിന്ന് ഇത്ര നാളെ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ പരസ്യ ഡീലായി. അത്രേ പറഞ്ഞോളൂ. അത്ഭുതമൊന്നുമില്ല. ഈ സർക്കാർ നരേന്ദ്രമോദിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു അത്ഭുതമില്ല. അത് വ്യക്തമാണ്, അത് പലപ്പോഴും ബോധ്യമാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണല്ലോ ഈ തീരുമാനങ്ങളിലേക്ക് പോയത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഇഡി നോട്ടീസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നൊക്കെ പറയുന്നു എന്നാണെന്നുള്ളത് വ്യക്തമാക്കട്ടെ, അവരെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിൽ അത്ഭുതമൊന്നുമില്ല. പാർട്ടി തീരുമാനപ്രകാരം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു. വരും ദിവസങ്ങളുടെ പരിപാടികളൊക്കെ തന്നെ പോകുന്നത്. ആ വിഷയങ്ങളെ ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൃത്യമാണ്. CPIയോട് ഈ വിഷയത്തിൽ ഞങ്ങൾ സമീപനം എടുക്കുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണല്ലോ പാർട്ടിയുടെ സമീപനം ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും വ്യക്തമാക്കി എന്നതിനർത്ഥമില്ല. അതിന്റെ പ്രതിഷേധത്തിന്റെ വിവിധ തലങ്ങളിലൂടെ കടന്നത് KSU ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. ഇവിടെയാണല്ലോ നടന്നത്. ഇന്നലെ മാർച്ച് നടന്നതാണ്.